തീരദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ താമസത്തിനും ജീവനോപാധികൾക്കും വെല്ലുവിളി സൃഷ്ടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ CRZ നിയമത്തോട് സംസ്ഥാന ഗവൺമെന്റിന് ശക്തമായ എതിർപ്പാണുള്ളതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ എതിർപ്പ് രേഖപ്പെടുത്തി റിപ്പോർട്ടുകൾ നൽകിയിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രായോഗികമായ ഒരു മാറ്റങ്ങൾ ഇന്നത്തെ CRZ നിബന്ധനകളിൽ വരും എന്ന് തന്നെയാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ CRZ കാര്യത്തിൽ ഇന്ന് ആശങ്ക പ്രകടിപ്പിക്കുന്ന എല്ലാ വ്യവസ്ഥകളും നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി അതിൽ മാറ്റം വരുത്തുകയാണ് വേണ്ടത്. അവരുടെ ജീവനോപാധികളുടെ കാര്യത്തിലും അവരുടെ സാധാരണ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമില്ലാത്ത മാറ്റങ്ങൾ CRZ വരുത്തും. അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ശക്തമായ നിലപാടുമായി മുമ്പോട്ട് പോകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികം ആവശ്യപ്പെടുന്ന കാര്യം സബ്സിഡിയോട് കൂടിയിട്ടുള്ള മണ്ണെണ്ണയാണ്. ഇത് വളരെ വർഷങ്ങളായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ വീട്ടാവശ്യത്തിന് വേണ്ടി തരുന്ന മണ്ണെണ്ണയ്ക്ക് മാത്രമേ സബ്സിഡിയോടുകൂടി തരത്തുള്ളൂ എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് 25 രൂപ സബ്സിഡി നൽകി കൊടുക്കുന്നതിന് വേണ്ടി 12 മണ്ണെണ്ണ ബങ്കുകൾ ഉടനെ ആരംഭിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി 10,000 വീടുകൾ കൂടി പുതിയതായി ഈ വർഷം നൽകുന്നതിന് തീരുമാനമെടുത്തു. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ നിരന്തര ആവശ്യമായിരുന്നു സബ്സിഡിയോടുകൂടി മണ്ണെണ്ണ നൽകണമെന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യം പരിഗണിച്ച് 25 രൂപ സബ്സിഡി ഇനത്തിൽ നൽകി മണ്ണെണ്ണകൾ വിതരണം ചെയ്യാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. മത്സ്യഫെഡ് ആഭിമുഖ്യത്തിൽ ആലപ്പുഴയിൽ നടന്ന മത്സ്യശ്രീ അവാർഡ് വിതരണവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 125 ലിറ്റർ മുതൽ 185 ലിറ്റർ വരെ മണ്ണെണ്ണ സബ്സിഡി ഇനത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. 10,000 പുതിയ വീടുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഫിഷറീസ് മന്ത്രി K. ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല മത്സ്യബന്ധന ഗ്രൂപ്പിനുള്ള മത്സ്യശ്രീ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചു. മത്സ്യഫെഡ് ചെയർമാൻ V. ദിനകരൻ, MP KC വേണുഗോപാൽ, മത്സ്യഫെഡ് മാനേജിംഗ് ഡയറക്ടർ VG കിഷോർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.